ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെവിനാസ് ഫാഷൻ വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫെദർ സ്റ്റിച്ചാണ് നോക്കുന്നത്. ഇതിന് 3 വേരിയേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ആദ്യത്തെ വേരിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലൈൻസ് വരച്ചിട്ടുണ്ട്. എ, ബി, സി, ഡി, ഇ എന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കാദ്യം എയിലൂടെ സൂചി കുത്തിയെടുക്കണം. എന്നിട്ട് ബിയിൽ നിന്നും സിയിലേക്ക് കണ്ടോ, ഇതുപോലെ സൂചി കുത്തിയെടുക്കുക. നൂല് എപ്പോഴും സൂചിയുടെ അടിയിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടപ്പോൾ സൂചി വലിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിൽ ഡിയിൽ നിന്നും ഇയിലേക്ക് ഇതുപോലെ തന്നെ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് ഇതുപോലെ തന്നെ ചെയ്തു പോകാം. ഫെദർ സ്റ്റിച്ച് വളരെ എളുപ്പമുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമുക്കിത് ചുരിദാറിലും സാരിയിലും ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ ഇവിടെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാട്ടോ ഇരിക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ ഡബിൾ ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഫസ്റ്റ് ഫെദർ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. വ്യത്യാസമുള്ളത് ഒരു സൈഡിൽ 2 ഫെദർ കണ്ടോ, ഇതുപോലെ 2 ഫെദർ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ സിംഗിൾ ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചെന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും, അതായത് രണ്ടാമത്തെ ഡബിൾ ഫെദർ സ്റ്റിച്ചാണ്, മൂന്നാമത്തെ ട്രിപ്പിൾ ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ 2, 3 ചെയ്യാനായിട്ട് സിമ്പിൾ ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഇരിക്കുന്നത്. നമുക്കിനി ട്രിപ്പിൾ ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ട്രിപ്പിൾ ഫെദർ സ്റ്റിച്ച് ചെയ്യാനായിട്ടും. റൈറ്റ് സൈഡിൽ 3 ഫെദർ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും 3 ഫെദർ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും 3 വേരിയേഷൻസും ഫെദർ സ്റ്റിച്ചിൻ്റെ 3 വേരിയേഷൻസും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്. അതുപോലെ തന്നെ നല്ല സിമ്പിൾ ഡിസൈൻസ് കൊടുക്കാനായിട്ട് ചുരിദാറിലോ ഫ്രോക്കിലോ ഒക്കെ നല്ല സിമ്പിൾ ഡിസൈൻസ് കൊടുക്കാനായിട്ട് നമുക്ക് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലോത്തിൽ നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനിടയിൽ ഫ്രഞ്ച് നോട്ടോ അല്ലെങ്കിൽ സിംഗിൾ ലേസി ഡേസി സ്റ്റിച്ചൊക്കെ കൊടുത്തെന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ട്രിപ്പിൾ ഫെദർ സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക്